ഹിന്ദു സേന തിരക്കിലാണ്. ഒരു ജീവൻ രക്ഷിക്കാനുള്ള തത്രപ്പാടിലാണ് അവർ. ഈ പൂജ കഴിഞ്ഞാൽ മാത്രം ഒരു പക്ഷേ ട്രംപിനെ നമുക്ക് ജീവനോടെ കാണാം. ഈ പൂജ ട്രംപിനെ രക്ഷിക്കട്ടെ. വിശ്വാസങ്ങളെ മുറുക്കെ പിടിച്ച് ഹിന്ദുത്വം വാതോരാതെ പറയുന്ന ഇന്ത്യയിൽ ഇത്തരം പൂജകൾ നടന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പറഞ്ഞു വരുന്നത് US മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിന്റെ ദീർഘായുസ്സിനായി പൂജ നടത്തിയ ഹിന്ദുസേനയെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപിനെതിരെയുണ്ടായ വധശ്രമത്തിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ ക്ഷേമത്തിനും ദീർഘായുസ്സിനും വേണ്ടി ഡൽഹിയിലെ ഹിന്ദുസേനാ സംഘടന പ്രത്യേക പൂജാകർമ്മങ്ങൾ നടത്തിയത്. ഡൽഹി ദിൽഷാദ് ഘാട്ടിലുള്ള മാ ബംഗ്ലാമുഖി ശാന്തി പീഠത്തിലാണ് ചടങ്ങ് നടന്നത്. ട്രംപിന്റെ ആരോഗ്യത്തിലും സുരക്ഷയിലും തങ്ങൾ അതീവ ഉത്കണ്ഠാകുലരാണെന്നും അദ്ദേഹത്തെ രക്ഷിക്കാൻ ദൈവിക ഇടപെടൽ ആവശ്യമാണെന്നും ഹിന്ദുസേനയുടെ വക്താവ് പ്രതികരിച്ചിരിക്കുകയാണ്. മഹാമൃത്യുഞ്ജയ് ജപ ഹവൻ യാഗ് എന്നറിയപ്പെടുന്ന ചടങ്ങിൽ ഹിന്ദുസേന 1.25 ലക്ഷം തവണയാണ് മഹാമൃത്യുഞ്ജയ് മന്ത്രം ജപിച്ചത്. ഇതുവഴി ട്രംപിന്റെ വഴിയിലെ എല്ലാ തടസ്സങ്ങളും നീക്കാനും അദ്ദേഹത്തിന് ദീർഘായുസ് നൽകാനും സാധിക്കുമെന്നാണ് വിശ്വാസം. മഹാമൃത്യുഞ്ജയ് മന്ത്രത്തിന് രോഗശാന്തിയും സംരക്ഷണ ഗുണങ്ങളും ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പൂജയിൽ പങ്കെടുത്തവർ ട്രംപിന്റെ ചിത്രവും ഫ്രണ്ട്സ് ഫോർ എവർ എന്നെഴുതിയ പോസ്റ്ററും കയ്യിൽ പിടിച്ചിരുന്നു. നേരത്തെ വധശ്രമത്താൽ ദൈവാനുഗ്രഹത്താലാണ് രക്ഷപ്പെട്ടത് എന്നും അമേരിക്കയെ തിന്മയുടെ കൈകളിൽ ഏൽപ്പിക്കരുത് എന്നും ട്രംപ് ആഹ്വാനം ചെയ്തിരുന്നു. നേരത്തെ ലോകവ്യാപകമായി വലതുപക്ഷ നേതാക്കളെയാണ് ഇടതുപക്ഷം ലക്ഷ്യം വെക്കുന്നതെന്ന് അസം മുഖ്യമന്ത്രിയും BJP നേതാവുമായ ഹിമന്ത ബിശ്വ ശർമ്മയും പറഞ്ഞിരുന്നു. ഇത്തരം ആക്രമണങ്ങൾ കൊണ്ട് നേഷൻ ഫസ്റ്റ് എന്ന ആശയത്തെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും ഹിമന്ത പറയുകയുണ്ടായി. ജനനി ജന്മഭൂമി ച സ്വർഗാഥപി ഗരീയസ എന്ന സനാതന ധർമ്മ ആശയത്തിലും ആധ്യാത്മികതയിലും ആഴത്തിൽ വേരോട്ടമുണ്ട്. ശക്തിയോടെ നിലകൊള്ളുന്നതിന് ട്രംപിന് എല്ലാ ആശംസകളും എന്നായിരുന്നു ഹിമന്ത ബിശ്വ ശർമ്മ എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞത്. എന്തായാലും ചെവിക്ക് വെടികൊണ്ട ട്രംപിന് പൂജയിലൂടെ ഭേദമാകുമെന്നാണ് രാജ്യത്തെ ഹിന്ദുത്വം വിശ്വസിക്കുന്നത്. ഈ നൂറ്റാണ്ടിലും ഇത്തരം ചിന്തകൾ കൊണ്ടു നടക്കുന്ന ഒരു കൂട്ടം വിഡ്ഢികൾക്കിടയിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. BJP ഭരണം പലപ്പോഴും തരം താഴുന്നത് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെയാണ്. 78-കാരനായ ട്രംപ് ശനിയാഴ്ച പെൻസിൽവാനിയയിലെ ബട്ട്ലറിൽ ഒരു പ്രചരണ റാലി നടത്തവെയാണ് വധശ്രമം നേരിട്ടത്. ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടെ 20-കാരനായ തോമസ് മാത്യു ക്രൂക്സ് എന്നയാൾ ട്രംപിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ഒരു ഷോട്ട് ട്രംപിന്റെ വലതു ചെവിയിൽ പതിക്കുകയും മുഖത്ത് രക്തം പുരളുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന് കാര്യമായ മുറിവേറ്റില്ല. ആക്രമണത്തിന് പിന്നാലെ റിപ്പബ്ലിക്കൻ പാർട്ടി ട്രംപിനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ചെവിയിൽ ബാൻഡേജ് ധരിച്ചുകൊണ്ട് ട്രംപ് പൊതുപരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അതേസമയം ട്രംപിനെ ആക്രമിച്ച തോമസ് മാത്യു ക്രൂക്കിനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിവെച്ച് കൊന്നിരുന്നു.